ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ബന്ധം അന്വേഷിക്കണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോൺ വിളികൾ SIT അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ് പാലക്കാട് ആവശ്യപ്പെട്ടു. ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ, ഒരു പാർലമെൻറ്റ് അംഗമാണ്. അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ആരാണെന്നോ? അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ, ഏതാ? മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി. അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു. ആ ഫോൺ കോളുകളൊന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ? തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ആരോപണം പൂർണ്ണമായും തള്ളി ജോൺ ബ്രിട്ടാസ് MP. അടൂർ പ്രകാശ് വസ്തുനിഷ്ഠമായി തന്റെ പേരുന്നയിച്ചാൽ ആ നിമിഷം കേസ് കൊടുക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് ഡൽഹിയിൽ 24നോട് പ്രതികരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ പ്രകാശ് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വസ്തുനിഷ്ഠമായിട്ട് ആധികാരികമായിട്ട് ഉന്നയിക്കുകയാണെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പോറ്റിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടുമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ സോണിയാഗാന്ധിയുടെ തലയിലേക്ക് ഇദ്ദേഹം കയറ്റി വെച്ചു എന്നുള്ള തരത്തിൽ ഞാനൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ജൻപത്ത് നിന്ന് കുറച്ച് കാര്യമായിട്ട് മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായി. അതായിരിക്കണം ഇപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ഒരു ചില ജൽപ്പനങ്ങളുമായിട്ട് വരുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, പുതിയ ആരോപണ പ്രത്യാരോപണങ്ങൾ വരികയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, അപ്രതീക്ഷിതമാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിലേക്ക് ജോൺ ബ്രിട്ടാസ് MPയുടെ പേര് ഇന്ന് പറയാതെ പറയുന്നത് ഈ UDF കൺവീനർ അടൂർ പ്രകാശ് MP. അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും ജോൺ ബ്രിട്ടാസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുകയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അത് അനുകൂലിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് ജോൺ ബ്രിട്ടാസ് MP ഈ ആരോപണങ്ങളെ പാടെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ പേര് പറയുകയാണ്, തന്റെ പേരിൽ എടുത്തു പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഈ അടൂർ പ്രകാശിനെതിരെ കേസ് കൊടുക്കും എന്നാണ് ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് താനുമായി ഫോണിൽ സംസാരിച്ചു എന്ന് അടൂർ പ്രകാശ് ആരോപിക്കുന്നത്. പോറ്റി ജയിലിൽ പോകുമ്പോൾ ഈ പോറ്റിയുടെ ഫോൺ അടൂർ പ്രകാശിന്റെ കൈവശം നൽകിയിരുന്നു എന്ന മറുചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് MP ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിലേക്ക് സോണിയാഗാന്ധിയെ വലിച്ചിഴയ്ക്കാനാണ് അടൂർ പ്രകാശ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. അടൂർ പ്രകാശ് നേരത്തെ താൻ ഈ അടൂർ പ്രകാശിന്റെയും UDF നേതാക്കളുടെയും നടപടികളെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ഒരു പ്രതികാരം എന്ന നിലയ്ക്കാണ് തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്നും ആ വീഡിയോയുടെ പേരിൽ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചതിന്റെ പേരിൽ സോണിയാഗാന്ധിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അടൂർ പ്രകാശിന് ഇത്തരത്തിൽ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നും അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്നുമാണ് ജോൺ ബ്രിട്ടാസ് MP ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ സോണിയാഗാന്ധിക്ക് ഒരു നൂല് കെട്ടാൻ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്, അയ്യപ്പന്റെ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതിപുരുഷനായി ഈ പോറ്റിയെ തെരഞ്ഞെടുത്തത് ആര് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. സോണിയാഗാന്ധി അയ്യപ്പ ഭക്തയാണെങ്കിൽ എന്തുകൊണ്ട് ശബരിമല ദർശനം നടത്തുന്നില്ല എന്ന ചോദ്യവുമാണ് ജോൺ ബ്രിട്ടാസ് MP ഉന്നയിക്കുന്നത്. ഈ ആരോപണത്തെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഒരു തവണ പോലും ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് MP ആവർത്തിക്കുന്നത്. ഉന്മേഷ്, ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.